ഉരുകി തീർന്നിടാം ഒരു മെഴുകുതിരി പോൽ ഞാൻ. എന്റെ ഉള്ളിൽ നീ വരാനായി കാത്തിരിപ്പു ഞാൻ. ഉരുകി തീർന്നിടാം ഒരു മെഴുകുതിരി പോൽ ഞാൻ. എന്റെ ഉള്ളിൽ നീ വരാനായി കാത്തിരിപ്പു ഞാൻ. ആത്മനാഥ ഇന്നൽ മാനസത്തിൻ വാതിൽ തുറന്നിടുന്നു. സ്നേഹനാഥ കൃത്യം സക്കാരിയിൽ നീ വന്നു വാഴണമേ. ഈശോയിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നമുക്ക് പറയേണ്ടത്, ഇന്ന് പലർക്കും പല രീതിയിലും പലയിടത്തും വീഴ്ചകൾ ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ വീഴ്ചകൾ ഉണ്ടാകാൻ കാരണം? അതിന് എങ്ങനെ നമ്മൾ വീഴ്ചയിൽ അകപ്പെടാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ വീഴ്ച സംഭവിക്കാതിരിക്കാനായിട്ട് എങ്ങനെ നമുക്ക് സംരക്ഷണം ദൈവത്തിന്റെ ലഭിക്കും? ഇതെല്ലാം വചനത്തിൽ കൂടെ നമ്മളൊന്ന് കേൾക്കുക. ഓരോ പ്രാവശ്യവും ഞാൻ ഓരോ സന്ദേശവുമായിട്ട് കടന്നു വരുന്നത് മനുഷ്യ സഹജമായ പ്രശ്നങ്ങളില് വീഴുമ്പോൾ നാം പലപ്പോഴും തകർന്ന് തരിപ്പണമാകുന്നതിന്റെ കാരണം വീഴ്ചകൾ ഉണ്ടാകുമ്പോഴാണ്. നമുക്കറിയാം, പൗലോസ്ലീഹ 1 കൊരിന്ത്യർക്കാർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ തിരുവചനമാണ് പറയുന്നത്. എല്ലാവരോടും ഇട്ട് പറയുന്നത്, വീണവരോട് മാത്രമല്ല, വീഴാതിരിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നവരോട് പോലും പറയുകയാണ്. ആകയാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. ഒരു വാണിംഗ്. അതുപോലെ ഒരുപക്ഷെ എന്നെ പോലുള്ളവരോടും, അല്ലെങ്കിൽ അങ്ങേ അറ്റത്തെ വലിയ വലിയ ധ്യാന ഗുരുക്കന്മാരും അങ്ങ് കെടികെട്ടന്മാരും ഒക്കെ ഒരുപാടുണ്ടല്ലോ. എല്ലാവർക്കും വീഴ്ച വരുന്നുണ്ട്. അങ്ങ് അറ്റത്ത് ഉന്നതിലേക്ക് ഉയർന്നു വരുമ്പോഴായിരിക്കും ചിലപ്പോൾ തലയും കുത്തി താഴേക്ക് വീഴുന്നത്. നമുക്കറിയാം, പ്രാർത്ഥനയിലോട്ട് ശക്തി പ്രാപിച്ച് ഭയങ്കര പേരും പെരുമയാകുമ്പോൾ അവരിലേക്ക് ഏതോ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ വീഴ്ച വന്ന് ഇപ്പോൾ അവരുടെ പേര് തേജോവധം ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്നതിന്റെ കാരണം പൗലോസ്ലീഹ ശരിയായിട്ട് തന്നെ ഉപദേശിക്കുന്നുണ്ട്, വാണിംഗ് തരുന്നുണ്ട്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വാണിംഗ് തരുന്നുണ്ട്. ആകയാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. പക്ഷെ ഈ ഒരു വാക്ക് ഞാനും നിങ്ങളും കൈക്കൊള്ളാതെ, ഞാൻ നിൽക്കുന്നിടം ഭയങ്കര സേഫ്റ്റിയാണ്, ഞാൻ താമസിക്കുന്നിടം ഭയങ്കര പ്രൊട്ടക്ഷൻ ഉള്ളതാണ്, സംരക്ഷണമുണ്ട് എന്നൊക്കെ വിചാരിക്കുന്ന സ്ഥലം നമുക്കറിയാം. ഇന്ന് യുദ്ധം നടക്കുന്ന സ്ഥലത്ത് പോലും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും വലിയ സേഫ്റ്റി ആയിട്ട് മനുഷ്യനെ നമുക്ക് ഇസ്രായേലിൽ കൊണ്ട് തകർത്തത്, ഏറ്റവും വലിയ സംരക്ഷണം ഉള്ളിടത്ത് അവര് മീറ്റിംഗ് കൂടുന്ന സ്ഥലത്ത് തന്നെ ആ വ്യക്തിയെ മാത്രം പോയിന്റ് വെച്ചുകൊണ്ട് തകർത്ത് കളഞ്ഞെങ്കിൽ നമുക്കറിയാം ശത്രുവിനെ തകർക്കുന്ന ഇസ്രായേൽ ഇപ്പോൾ തകർത്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും നമുക്ക് ഒരിക്കലും ഇവിടെ ഒരു വീഴ്ച ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ ഈ സംരക്ഷണ വലയത്തിൽ ആരുടെയും ഒരു ഇതും എത്തിച്ചേരത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് പോലും തുളച്ചു കയറി ജീവനെടുത്ത ഒരു സംഭവങ്ങളെ പല സ്ഥലങ്ങളിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, ആകയാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കട്ടെ. എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ എല്ലാം കൊണ്ടും തികഞ്ഞവനാണ്, എല്ലാ സംരക്ഷണവും ഉണ്ട്, എനിക്കൊരിക്കലും വീഴ്ച വരുത്തില്ല എന്ന് പറഞ്ഞ പത്രോസിനെ പോലും നമുക്കറിയാം. കർത്താവെ, മരിക്കേണ്ടി വന്നാൽ പോലും ഞാൻ നിന്നെ തള്ളിപ്പറയത്തില്ലെന്ന് പറഞ്ഞ പത്രോസിനോട് ഈശോ പറഞ്ഞ കാര്യമാണ് ഞാൻ ഓർത്തു പോകുന്നത്. പത്രോസെ, ഇന്ന് കോഴി കൂകും മുമ്പ് നീ 3 പ്രാവശ്യമേ തള്ളിപ്പറയൂ എന്ന് പറഞ്ഞ കാര്യം ഞാൻ ഓർത്തു പോകുകയാണ്. ഒരിക്കലും സംഭവിക്കത്തില്ല എന്ന് എടുത്തെടുത്ത് പറഞ്ഞ പത്രോസിനോട് ഈശോ പറയുകയാണ്, ഇന്ന് കോഴി കൂകും മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയുമെന്ന്. അത് സംഭവിച്ചില്ലേ? അതുകൊണ്ട് നമുക്ക് ഒരു സ്ഥലത്തും നമുക്ക് ഒരു ഒരു ഇത് വേണ്ട. കാര്യം ദൈവത്തിൽ മാത്രം പ്രത്യാശ വയ്ക്കുക. ഒരു സ്ഥലത്തും ഞാൻ സേഫ്റ്റി ആണെന്നുള്ള ചിന്ത വിട്ടുകളയുക. എനിക്കൊന്നും സംഭവിക്കത്തില്ല, അല്ലെങ്കിൽ ഞാൻ എന്തോ ആണെന്നുള്ള ഭാവന. നമുക്കറിയാം, സോനു സഹോദരനെ അടുത്ത് ഞാൻ എന്തോ ആണെന്നുള്ള ഭാവനയൊക്കെ വരുമ്പോഴാണ് ഞാൻ ഇത് മതിമറന്നു പോകുന്നത്. ഞാൻ നിൽക്കുന്ന വീഴ്ചകൾ സംഭവിക്കുന്നത് എങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം.
പ്രിയമുള്ളവരെ, വചനത്തിലൂടെ നമ്മൾ നോക്കുമ്പോൾ എങ്ങനെ വീഴ്ചകൾ സംഭവിക്കുന്നു എന്ന് പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായത്തിലെ 6ഉം 7ഉം തിരുവചനം എന്ന് വ്യക്തമായിട്ട് വിളിച്ചു പറയുന്ന ഒരു ഭാഗം ഞാൻ ഓർക്കുക. പ്രഭാഷകൻ 2-ാം അധ്യായം കർത്തൃശുശ്രൂഷയിൽ ഉള്ളവരോട് പോലും പറയുന്ന ഒരു കാര്യമാണ്. കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. നേരായ മാർഗത്തിൽ ചരിക്കുക, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക. അവിടെ ഒരു ഉപദേശം തരികയാണ്, നേരായ മാർഗത്തിൽ ചരിക്കുക. ഈശോ എന്ന ആ വഴിയിൽ കൂടി, ഞാനാണ് വഴി, അതാണ് സത്യം, ആ വഴിയിൽ കൂടി സഞ്ചരിക്കുകയും ആ സത്യം അറിഞ്ഞ് ജീവിക്കുന്നവന് ഒരിക്കലും വീഴ്ചകൾ ഉണ്ടാകത്തില്ല. കാര്യം ആ ഈശോ എന്ന വഴിയിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. പക്ഷെ നമ്മൾ മറ്റുള്ളവരുടെ വഴികൾ തേടി പോകുമ്പോഴാണ്, ഇന്നലെ പറഞ്ഞ പോലെ വാതിലുകൾ പലതുണ്ട്, ആ വാതിലൂടെ ഒക്കെ പ്രവേശിക്കുന്ന കള്ളനും കവർച്ചക്കാരനുമാണെന്ന് പറഞ്ഞ പോലെ ഞാനാണ് വഴി, ഞാനാണ് വാതിൽ എന്ന് പറഞ്ഞ ഈശോയെ അനുഗമിക്കുന്ന വ്യക്തികൾക്ക് വീഴാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തിന് അവനെ സംരക്ഷിക്കുന്ന ദുഷ്ടൻ അവനെ തൊടുക പോലുമില്ല എന്ന് പറഞ്ഞത്. പക്ഷെ നമ്മുടെ ഇവിടെ സംഭവിക്കുന്ന നേരായ മാർഗത്തിലല്ല, നേരായ വഴിയിലല്ല നമ്മുടെ സഞ്ചാരമെങ്കിൽ തീർച്ചയായിട്ടും 7-ാമത്തെ വചനം പറഞ്ഞ കർത്താവിന്റെ ഭക്തരെ അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുവിൻ, വീഴാതിരിക്കാൻ വഴി തെറ്റരുത്. അപ്പൊ നിങ്ങൾക്ക് നേരായ മാർഗത്തിൽ ചരിക്കുന്നില്ല എങ്കിൽ വഴിതെറ്റിയ ജീവിതമാണ്, അല്ലെങ്കിൽ വഴിതെറ്റിയ ചിന്ത പോലും നമ്മളെ വീഴ്ചയിലേക്ക് വലിയ വീഴ്ചയിലേക്കാണ് പോകുന്നത്. വലിയ വലിയ വചനപ്രഘോഷകരൊക്കെ അവരുടെ ചിന്തയും അവരുടെ സംസാരത്തിലും തെറ്റുപറ്റുമ്പോൾ വലിയ വീഴ്ചയിലേക്ക്, അഗാധത്തിലേക്ക് വീഴുന്ന ഒരു അനുഭവം നമ്മൾ കാണുന്നുണ്ട്. പല ഉന്നത ധ്യാന ഗുരുക്കന്മാരുടെയും വാക്കുകളിൽ കൂടി നമുക്കറിയാം, സംസാരത്തിൽ വീഴ്ച വരുന്നില്ലെങ്കിൽ അവൻ പാപത്തിൽ നിന്ന് ഒരുപാട് മുക്തി നേടിയെന്നാ പറയുന്നത്. നാവിനെ നിയന്ത്രിക്കാത്തവൻ പാപത്തിൽ വീണു പോകുക, സംസാരത്തിൽ വീഴ്ചകൾ വരിക. അങ്ങനെ ഒരുപാട് അനേക ഉന്നതന്മാരെ വീഴ്ചയിലേക്ക് പോയത് വാക്കുകളില്ല. കാരണം ഞാൻ പറയുന്ന എല്ലാം ശരിയെന്നുള്ള തോന്നൽ ഉണ്ടാകുമ്പോഴാണ് വാക്കുകൾക്ക് കൺട്രോൾ ഇല്ലാതെ വരും. എത്ര വ്യക്തികളാ പാർട്ടിയിലായാലും എല്ലാം നമുക്കറിയാം, ഏത് പാർട്ടി നേതാക്കന്മാരായാലും വാക്കുകളിൽ കൂടിയാണ് വീഴ്ചകൾ ഉണ്ടായിട്ടുള്ളത്. ധ്യാനഗുരുക്കന്മാർക്ക് വീഴ്ചകൾ ഉണ്ടാകുന്നത് വാക്കുകളിലാണ്. എന്താണെന്നറിയാവോ? ദൈവമായ കർത്താവ് സംസാരിക്കുന്ന കാര്യങ്ങൾ സംസാരിക്കാമെങ്കിൽ ഒരു വീഴ്ചയും ഉണ്ടാകത്തില്ല. കാര്യം പരിശുദ്ധാത്മാവ് പറയുന്നതും പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരുന്ന കേൾക്കുന്നവർക്കും വീഴ്ചകൾ ഉണ്ടാകാൻ സാധ്യതയില്ല. കാര്യം ദൈവത്തിന് അവനെ സംരക്ഷിക്കുന്ന ദുഷ്ടൻ അവനെ തൊടുക പോലും ഇല്ല. നമുക്കറിയാം, പ്രലോഭനത്തിൽ വീഴ്ചകൾ ഉണ്ടാകുന്നുണ്ട്. പ്രലോഭനങ്ങൾ വീഴാതിരിക്കാൻ ഞങ്ങളെ രക്ഷിക്കണമെന്നാണ് ഈശോ പ്രാർത്ഥിപ്പിച്ചത്. പ്രലോഭനങ്ങൾ അകപ്പെടാതിരിക്കാൻ, പ്രലോഭനങ്ങൾ ഇന്നത് നമ്മൾ തിരുത്തി പറയാ, പ്രലോഭനങ്ങൾ ഉൾപ്പെടാതിരിക്കാൻ. അത് എന്ന് സഭ നമുക്ക് സ്വർഗസ്വപിതാവിന്റെ പ്രാർത്ഥന പ്രലോഭനത്തിൽ വീഴാതിരിക്കാൻ എന്ന് പറയാം. വീഴ്ചകൾ ഉണ്ടാകുന്നത് പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നത് എപ്പോഴാണ്? എന്റെ വഴിതെറ്റിയ ജീവിതം നയിക്കുമ്പോഴാണ്. സുഭാഷിതം 5-ാം അധ്യായം 22-ാമത്തെ വചനം പറയുന്നു, പ്രോവർബ് ചാപ്റ്റർ 5 വേഴ്സ് 22 ഇങ്ങനെ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ദുഷ്കൃത്യങ്ങൾ ദുഷ്ടനെ കെണിയിൽ വീഴ്ത്തുന്നു. അപ്പൊ കെണിയിൽ വീഴുന്ന വീഴ്ചകൾ ഉണ്ടാകുന്ന എന്തൊക്കെ? ദുഷ്കൃത്യങ്ങൾ, അകൃത്യങ്ങൾ, പാപത്തിന്റെ ആ വഴികളിൽ കൂടി സഞ്ചരിക്കുമ്പോൾ, തെറ്റായ മാർഗത്തിൽ പോകുമ്പോൾ. അതുകൊണ്ടാണ് പറയുന്നത് വീഴാതിരിക്കാൻ വഴി തെറ്റരുത്. വഴി തെറ്റിപ്പോകുമ്പോൾ വീഴ്ചകൾ ഉണ്ടാകുന്നു. പ്രിയമുള്ളവരെ, വഴിതെറ്റിയ ചിന്തകളുണ്ട്. ഇന്നലെ എന്റെ കൂടെ ഇവിടെ ആരണ്ടൊക്കെ ഇരിക്കുമ്പോഴേ, അച്ഛനൊക്കെയാണെന്ന് തോന്നുന്നു, ആരണ്ടിരിക്കുമ്പോഴേ ഒരു സഹോദരി വിളിച്ചു പറഞ്ഞു, നല്ല ഒരു സംസാരത്തിലൊക്കെ നല്ല ഇതാണ്, പക്ഷേ വീഴ്ചകൾ ഒരുപാട് ഉണ്ടായിക്കൊണ്ടിരിക്കുക സംസാരത്തില്. പ്രിയമുള്ളവരെ, ആ നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ വീഴ്ചകൾ ഉണ്ടാകുന്നത് എപ്പോഴും വഴിതെറ്റിയ ജീവിതം നയിക്കുമ്പോഴാണ്. ആർക്ക് വഴിതെറ്റുന്നോ, ആര് ദുഷ്കൃത്യങ്ങൾ കൂട്ടിവെക്കുന്നോ, അവൻ കെണിയിലേക്ക് വീഴുകയാണ്. കെണിയിലേക്ക്, സ്വന്തം പാപത്തിന്റെ വലയിൽ കുരുങ്ങുകയാണ്. അപ്പൊ എപ്പോഴും പ്രലോഭനങ്ങൾ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ എന്ന് ഈശോ പറഞ്ഞതിന്റെ കാരണം നമുക്കറിയാം. എല്ലാവരിലും പ്രലോഭനങ്ങൾ അകപ്പെട്ടു പോകുന്നതിന്റെ കാരണം എന്താണ്? നമുക്ക് ഉണർന്നിരുന്നുള്ള ഒരു പ്രാർത്ഥനയില്ല, അതായത് കരുതലില്ല. വീഴാതിരിക്കാൻ സൂക്ഷിക്കുമെന്നവരുടെ കരുതൽ ഉണ്ടായിരിക്കണം. നീ നിൽക്കുന്ന ഇടം ഉറപ്പുള്ള പാറയാണ് പോലും അതിന്റെ അടിയിലത്തെ മണ്ണിളകുമ്പോ ടക്കോ എന്ന് പറഞ്ഞ് താഴോട്ട് കിടക്കുന്നതാണ് ഉരുളുപൊട്ടൽ എന്ന് പറയുന്നത്.
കാര്യം വലിയ പാറകൾ മലമുകളിൽ ഇങ്ങനെ മണ്ണിന്റെ ഇടയിൽ ഇങ്ങനെ തിങ്ങിയിരിക്കുമ്പോൾ ആ മണ്ണിന്റെ ഇടയിലേക്ക് വെള്ളം വരുമ്പോഴത്തേക്ക് ഈ പാറകൾ ഇളക്കം തട്ടും. ഭയങ്കര പാറയാണ്, ഭയങ്കര പാറ. അവൻ എന്ത് ചെയ്തു? മലമുകളിൽ നിന്ന് ആ ഇളക്കം തട്ടുമ്പോൾ മണ്ണിലേക്ക് വെള്ളം ഏറി ആ പാറയുടെ ഇടയ്ക്കുള്ള മണ്ണുകളെ അയഞ്ഞു കെട്ടുമ്പോൾ അത് തലയും കുത്തി താഴേക്ക് വീഴുന്നതാണ് ഉരുളുപൊട്ടല്. അതങ്ങോട്ട് അവിടെ ഇവിടെ ഇടിച്ച് തകർത്ത് തരിപ്പണമാക്കി ആ ദേശം തന്നെ നശിപ്പിച്ചു കളയും. അപ്പൊ അത് വീഴാതിരിക്കാനായിട്ട് മണ്ണിന് ഉറപ്പുണ്ടായിരിക്കും. മണ്ണിന് എങ്ങനെ ഉറപ്പ് വരുന്നത്? മഴ പെയ്യുമ്പോൾ വെള്ളം അതിന്റെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് ആ മണ്ണിന് അയവ് കിട്ടുമ്പോൾ വലിയ കൂറ്റം പാറ പോലും തകർന്ന് തരിപ്പണമാകുന്നതിന്റെ കാരണം ആ ഏരിയ മുഴുവൻ നശിപ്പിച്ചുകൊണ്ട് ഉരുളുപൊട്ടൽ നമ്മൾ പേര് ഇട്ടിട്ടുണ്ട്. അപ്പൊ പ്രിയമുള്ളവര്, അത് എന്തുകൊണ്ട് ആ ഏരിയ അങ്ങനെ സംഭവിക്കുന്നു എന്ന് ഞാൻ പറയുന്നത്, അവിടെ ദുഷ്കൃത്യങ്ങൾ നടക്കുന്നുള്ള സ്ഥലത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഞാൻ സത്യമായിട്ടും പറയാം, ദുഷ്കൃത്യങ്ങൾ എവിടെയുണ്ടോ അവിടെയൊക്കെ വീഴ്ചകൾ ഉണ്ടാകുന്നുണ്ട്. അവിടെയൊക്കെ വളരെ വലിയ വീഴ്ചകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, എന്താ പറയുന്നത്? ദുഷ്കൃത്യങ്ങൾ ദുഷ്ടനെ കെണിയിൽ വീഴ്ത്തുന്നു, സ്വന്തം പാപത്തിന്റെ വലയിൽ അവൻ കുരുങ്ങുന്നു. നമുക്കറിയാം, ഷീല സഹോദരിയും ജമ്മ സഹോദരിയൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നല്ല ആശയത്തിലേക്ക് വരികയായിരുന്നു. ചിലപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ ചെയ്ത പാപങ്ങളായിരിക്കും ഇന്ന് സഹനത്തിന്റെ മേഖലയിൽ കൊണ്ടുവരുന്നത്. സഹനം വിശദീകരണത്തിന്റെ ആണെന്നൊക്കെ പറഞ്ഞു. ആ സഹനത്തിൽ കൂടി കർത്താവിനെ അഭിമുഖം കാണാനുള്ള ഒരു വഴിയാണ്. സഹനങ്ങൾ ഏറ്റെടുക്കുന്ന വ്യക്തികൾക്ക് ദൈവമായിട്ട് നല്ല ഫേസ് ടു ഫേസ് കാണാനുള്ള ഒരു അവസരമാണ്. സത്യമായിട്ടും ആ അനുഭവം ഉള്ളവർക്കേ അറിയത്തുള്ളൂ. ദൈവത്തിൽ അവിടെ പിറുവിറുപ്പുണ്ടാകാൻ പാടില്ല. പിറുവിറുപ്പുണ്ടാകണമെങ്കിൽ നിന്റെ ദുഷ്കൃത്യങ്ങളാ, നിന്റെ നാവ് ശരിയല്ല, നീ മൗനം പാലിക്കണം. യേശുവിന് പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും സഹനങ്ങളും ഉണ്ടായപ്പോൾ അവൻ ഒരു അക്ഷരം പോലും ഉരിയാടിയില്ല. അവനെല്ലാം മൗനം പാലിച്ചെന്നാ പറഞ്ഞത്. പ്രിയമുള്ളവരെ, നമുക്ക് സഹനങ്ങൾ ഉണ്ടായിക്കോട്ടെ, പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ, നിനക്ക് വീഴ്ചകൾ വരാതിരിക്കണമെങ്കിൽ നീ നാവിനെ നിയന്ത്രിക്കണം, അല്ലെങ്കിൽ വീഴ്ച ഉണ്ടാവും. യെശയ്യാ 24-ാമത്തെ അധ്യായത്തിലെ 18-ാമത്തെ വചനം പറയുന്ന ഒരു വാക്ക് ഞാൻ ഓർക്കുക. 17-ഉം 18-ഉം വചനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, ഭൂവാസികളെ, ഭീതിയും ചതിക്കുഴിയും കെണിയുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഭൂവാസികളെ എന്ന് വിളിച്ചുകൊണ്ട് പറയുക, ഭീതിയും ചതിക്കുഴിയും കെണിയുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. കാരണം എന്താണെന്നറിയോ? അതിന് 5-ാമത്തെ വചനം പറയുന്നുണ്ട്, 24-5 പറയുന്നുണ്ട്. എന്താണ്? ആകാശം ഭൂമിയോടൊപ്പം വാടിക്കൊഴിയുന്നു, ഭൂമി അതിലെ നിവാസികൾ നിമിത്തം അശുദ്ധമായി തീർന്നിരിക്കുന്നു. അവർ നിയമം ലംഘിക്കുകയും കൽപ്പനകളിൽ നിന്ന് വ്യതിചലിക്കുകയും അങ്ങനെ ശാശ്വതമായ ഉടമ്പടിക്ക് ഭംഗം വരുത്തുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ ശാപം ഭൂമിയെ വിഴുങ്ങുക. അപ്പൊ ഇതുകൊണ്ടൊക്കെ അകൃത്യങ്ങൾ നിമിത്തമാണല്ലോ. അപ്പം എത്ര വലിയ ഉന്നതനാണേലും അതാ നിൽക്കുന്നിടത്തെ വീഴ്ചകൾ ഉണ്ടാകാനായിട്ട് നമുക്കതറിയാം. സോണ് പറയുന്ന കേട്ടു. നമുക്കറിയാം, ജോസഫിന് പാപം ചെയ്യാൻ സാഹചര്യം ഉണ്ടായിട്ടും ചെയ്യാതിരുന്നിട്ടും അവന് ജയിലിൽ കൊണ്ട് അടയ്ക്കേണ്ട അവസ്ഥ വന്നു. ഇത്രയൊക്കെ ഒരു പാപം ചെയ്യാൻ അവസരം ഉണ്ടായിട്ടും ചെയ്യാതിരുന്ന ആ ദൈവത്തിന്റെ ഹിതം പ്രവർത്തിച്ചുകൊണ്ടാണ് ജോസഫ് ജയിലിൽ പോയതും പൊട്ടക്കിണറ്റിൽ പോയതും ബിസിനസ്സുകാർക്ക് വിറ്റതുമൊക്കെ ആ പാവം എന്തെങ്കിലും ചെയ്തിട്ടാണ്, ഒരു പാവം ചെയ്യാതാണ്. പക്ഷെ ദൈവത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ദൈവം കൂടെ ഉണ്ടായിരുന്നതിനാല് ആ പോയിടത്തെല്ലാം ജോസഫിന് അനുഗ്രഹമായിരുന്നു, ഉന്നതത്തിലേക്ക് ഉയർത്തുകയായിരുന്നു. അവൻ വഴിതെറ്റിയില്ല, വീഴാതിരിക്കാൻ വഴിതെറ്റിയില്ല. വഴിതെറ്റിയ ജീവിതം നയിച്ചായിരുന്നെങ്കിൽ വീഴ്ചകൾ ഉണ്ടായിരുന്നതിന്. എന്തുകൊണ്ടാണ് ആ വീഴ്ചകളിൽ ദൈവം തമ്പുരാൻ താങ്ങി നിർത്തിയത് കൊണ്ട് ജോസഫിന് ഒരു വീഴ്ചയും എങ്ങും സംഭവിച്ചില്ല, പാപം ചെയ്യാൻ അവസരം ഉണ്ടായിട്ട് ചെയ്തില്ല. ഇനി ചില വ്യക്തികൾ ശത്രുവിന്റെ മുമ്പിൽ ചെന്ന് അകപ്പെട്ടു പോകും, ശത്രുവിന്റെ മുമ്പിൽ ചെന്ന് വീഴ്ചകൾ. നമുക്കറിയാം, ഇപ്പോഴത്തെ യുദ്ധം നടക്കുന്ന ശത്രു പോരാട്ടമാണ്. തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യാനായിട്ട് ദൈവത്തിന്റെ ശക്തമായ കരങ്ങൾ ഇസ്രായേൽ മക്കളുടെ കൂടെ ഉള്ളത് കൊണ്ട് ഏത് മാളത്തിൽ ഒളിച്ചാലും അവിടെ ചെന്ന് കയറി തകർക്കാനുള്ള അറിവ്, ജ്ഞാനം, ബുദ്ധി, സാമർഥ്യം ഇതെല്ലാം ദൈവം തമ്പുരാൻ തെരഞ്ഞെടുത്ത മക്കൾക്ക് കൊടുത്തിരിക്കുക. ഇസ്രായേൽ മക്കളെ പ്രത്യേകം തെരഞ്ഞെടുത്തേക്കുന്നതാ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ചെറിയ രാഷ്ട്രമായിട്ടും എല്ലാവരും ഭയപ്പെടുന്നതെന്ന് രാഷ്ട്രീയക്കാരും എല്ലാവരും വിളിച്ചു പറയുന്നു. പക്ഷെ ബൈബിൾ പറയുന്നത് ഇസ്രായേൽ മക്കളായിരിക്കും, അവരെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കത്തില്ല.
ഇസ്രായേൽ മക്കളെ തോൽപ്പിക്കും. കാര്യം കർത്താവാണ് അവരെ തെരഞ്ഞെടുത്തിരിക്കുന്നത്, കർത്താവാണ് അവരെ നിർത്തിയിരിക്കുന്നത്, കർത്താവാണ് ബുദ്ധിയും സാമർഥ്യവും കഴിവും എല്ലാം കൊടുത്തിരിക്കുന്നത്. നിഗൂഢതയിൽ ഇരിക്കുന്നത് പോലും വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അതുകൊണ്ടാണ് ദൈവത്തെ അവരെ ആരാധിക്കുകയും ദൈവത്തെ സ്തുതിച്ച് പ്രൈസ് ആൻഡ് വർഷിപ്പ് അവിടെ തുള്ളിച്ചാടുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഞാനത് ഒരു വീഡിയോ മാത്രം കണ്ടതാ. അത്രയും റോക്കറ്റ് ആക്രമണം ഉണ്ടായിട്ടും ഒരു വ്യക്തിയെ പോലും ഒന്ന് ചൊറിയാൻ പോലും സാധിക്കാഞ്ഞത് ദൈവത്തിന്റെ സംരക്ഷണം. ഇത് ബൈബിളിൽ ഉടനീളം വിളിച്ചു പറയുന്ന ഒരു ഭാഗമാണ്. തമ്പുരാന്റെ സംരക്ഷണം അവന്റെ മേലുണ്ട്. പ്രഭാഷകൻ 34-ന്റെ 19 വചനം അത് വിളിച്ചു പറയുന്നുണ്ട്. ആ വചനം കണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വീഴാതിരിക്കാൻ വഴിതെറ്റരുത്. വഴിതെറ്റിയാൽ വീഴ്ചകൾ ഉണ്ടാകും. അത് ആരാണേലും, എത്ര ഉന്നതനാണേലും, എത്ര പ്രാർത്ഥനക്കാരനാണേലും, എത്ര പരിശുദ്ധാത്മാവിന്റെ കൃപയെ നിറഞ്ഞവനാണേലും വഴിതെറ്റിപ്പോയോ വീഴ്ചകൾ ഉണ്ടാകും. സോളമന് വീഴ്ചയുണ്ടായി, ദാവീദിന് വീഴ്ചയുണ്ടായി, നബൂഖദ്നേസർ രാജാവിന് വീഴ്ചയുണ്ടായി, അതുകൊണ്ട് ബെൽശസ്സർ രാജാവിന് വീഴ്ചയുണ്ടായി, അല്ല സാംസന് വീഴ്ചയുണ്ടായി. ആർക്കാണ് വീഴ്ച ഉണ്ടാകാത്ത? ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട മക്കള് പോലും വഴിതെറ്റിയപ്പോഴാണ് വീഴ്ചകൾ ഉണ്ടായത്. വഴിതെറ്റി. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഞാനും നിങ്ങളും വീഴാതിരിക്കണമെങ്കിൽ വഴിതെറ്റരുത്. വഴിതെറ്റിയ ചിന്തയിലേക്ക് പോകരുത്. ചിന്ത പോലും നമ്മളെ വഴിതെറ്റിച്ചുകൊണ്ട് പോകും. തെറ്റായ വഴികളിൽ കൂടി ചിന്തയെ നയിച്ചു കൊണ്ടുപോകുമ്പോൾ ആ ചിന്തയാണ് എല്ലാ പ്രവൃത്തികളുടെയും ആരംഭം എന്ന് പ്രഭാഷകൻ 37-16 മുതലുള്ള തിരുവചനത്തിൽ അത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം ആലോചന ചിന്തയാണ്. ചിന്ത ഹൃദയത്തിൽ വേരൂന്നിയിരിക്കുന്നു. അതിന് 4 ശാഖകളാണെന്നും പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ചിന്ത പോലും വഴിതെറ്റിയ ജീവിതത്തിലേക്ക് നമ്മൾ വീഴ്ചയ്ക്ക് കാരണമാക്കുന്നുണ്ട്. തെറ്റായ രീതിയിലുള്ള ചിന്തയുള്ളവൻ വീഴ്ച തന്നെ വീഴ്ച. കെണിയും അത് കുഴിയുമാണ് അവനെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, പ്രഭാഷകൻ 34-19 പറയുകയാണ്, തന്നെ സ്നേഹിക്കുന്നവരെ. അതുകൊണ്ടാണ് യേശുവിന്റെ വഴിയിൽ കൂടി, ദൈവത്തിന്റെ മാർഗത്തിൽ കൂടി ചരിക്കുക. അവൻ വഴികളെ അനുഗമിക്കണം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകള്, അനുഗമിച്ചിടും അവനുടെ ചുവടുകള്. അതേ പ്രിയമുള്ളവരെ, ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് യേശുവിന്റെ ആ വഴിയെ ചരിക്കുന്നവന് വീഴ്ചകൾ ഉണ്ടാകത്തില്ല. കാര്യം അവിടുന്ന് സംരക്ഷണം കൊടുക്കുന്ന ഇങ്ങനെയാണ്. പ്രഭാഷകൻ 34-19 പറയുകയാണ്, തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. കണ്ടോ, കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും. കണ്ടോ, ദൈവത്തിന്റെ ശക്തമായ കരത്തിലാണ് അവൻ. ദൈവത്തിന്റെ ശക്തമായ കരത്തിലാണ് അവന്റെ കർത്താവിന്റെ കരങ്ങളിലാണ് വഹിച്ചിരിക്കുന്നത്. ആ ശക്തമായ കരങ്ങളിൽ നിന്ന് ആർക്കും വീഴ്ത്താനായിട്ട് സാധിക്കത്തില്ല. സൃഷ്ടാവായ ദൈവത്തിന്റെ ശക്തമായ കരങ്ങളിലാണ് നിന്നെ വഹിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത്, തന്നെ സ്നേഹിക്കുന്നവർക്ക് തന്റെ പദ്ധതി അനുസരിച്ച്, തന്റെ ഇഷ്ടമനുസരിച്ച്, തന്റെ വഴിയിൽ കൂടി സഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും ചുടുകാറ്റിൽ അഭയകേന്ദ്രവും പെരുവെയിലിൽ തണലും, ഇടറാതിരിക്കാൻ സംരക്ഷണവും വീഴാതിരിക്കാൻ ഉറപ്പുമാണ്. കണ്ടോ, എത്ര കാര്യങ്ങളിലാണ് ദൈവം തമ്പുരാൻ ഒരു മനുഷ്യനെ സംരക്ഷിക്കുന്നത്. എത്ര കാര്യങ്ങളാണ് അവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. ദൈവം കടാക്ഷിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ശക്തമായ സംരക്ഷണം തരും. ദൈവത്തിന് ഉറപ്പുള്ള സംരക്ഷണം. ദൈവത്തിന്റെ സംരക്ഷണം ഉറപ്പുള്ളതാണ്. മനുഷ്യ കവചങ്ങളെ എത്ര സൃഷ്ടിച്ചാലും, ഏതെല്ലാം മാളത്തിൽ കയറിയിരുന്നാലും അത് സംരക്ഷണം ഇല്ല. അവിടെയൊക്കെ വീഴ്ചകൾ ഉണ്ടാകും, അവിടെയൊക്കെ തകർച്ചകൾ ഉണ്ടാകും, അവിടെയൊക്കെ ജീവൻ തന്നെ അപകരിച്ചുകൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏത് കയറിയിരുന്നാലും രക്ഷയുണ്ടെന്ന് ആരും വിചാരിക്കണ്ട. ആ മാളത്തിന്റെ അകത്ത് പോലും മാളം പോലും ഇടിഞ്ഞു വീഴാനായിട്ട് ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ പരിപാലനയിലും ദൈവത്തിന്റെ സംരക്ഷണത്തിലുമാണെങ്കിൽ ആ വ്യക്തിയെ തൊടാൻ ആർക്കും സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ ആദ്യം പറയുന്നത്, ദൈവം കടാക്ഷിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവരെ ദൈവം കടാക്ഷിക്കുന്നു. അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും. കർത്താവിന്റെ ശക്തമായ എന്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തിയിരിക്കുന്നു. യെശയ്യാ 41-10 വചനം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാനാണ് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഞാൻ നിന്നെ സകല സ്ഥലങ്ങളിൽ നിന്നും നിന്നെ ശക്തിപ്പെടുത്തും, നിന്നെ സഹായിക്കും. എന്റെ വിജയകരമായ വലത്ത് കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഉറപ്പുള്ള താങ്ങാണ് ദൈവത്തെ അനുഗമിക്കുന്ന മക്കളെ. പ്രിയമുള്ളവരെ, ഈ ലോകത്തിന്റെ മോഹങ്ങൾക്ക് പോകരുത്.
നിനക്ക് വീഴ്ചകൾ ഒന്നിന്റെ പിന്നാലെ ഓരോ വീഴ്ചകൾ കൂടിക്കൂടി വരികയല്ലേ? ഏതെങ്കിലും കുറവുണ്ടോ? എവിടെയും കുറവില്ല. വീഴ്ചകൾ കൂടിക്കൂടി വരുമ്പോൾ അതിനകത്ത് തകർച്ചകൾ കൂടിക്കൂടി വരിക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവിടെ വരെ ശത്രുവിന്റെ മുമ്പിൽ പോലും നീ ലജ്ജിക്കേണ്ടി വരുന്നു. എന്നാൽ ദൈവത്തെ അനുഗമിക്കുന്ന വ്യക്തികൾ കർത്താവ് പറഞ്ഞത്, ശത്രുവിന്റെ മുമ്പിൽ ഞാൻ നിനക്ക് മേശയൊരുക്കും. ശത്രുവിന്റെ മുമ്പിൽ ഞാൻ നിനക്ക് മേശയൊരുക്കും. ശത്രുക്കൾ ഉണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ട് വീഴിക്കാൻ നോക്കുന്നവർ അനേകരുണ്ട്. നമ്മളെ കാല് വരാനായിട്ട് ഒരുപാടുണ്ട്. കൂടെ നടക്കുന്നവരെ ഒറ്റിക്കൊടുത്തു, കൂടെ നടക്കുന്നവനെ ഒറ്റിക്കൊടുത്തു, കൂടെ നടന്നവൻ തള്ളിപ്പറഞ്ഞു, എല്ലാവരും ഇട്ടിട്ട് പോയി. യേശുവിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, എന്നാൽ യേശുവിനെ അനുഗമിക്കുന്നവന് ദൈവം പറയുകയാണ്, ഞാൻ അവനെ കടാക്ഷിക്കുന്നു. അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും. എനിക്കത് വചനം വായിച്ചിട്ട് എന്നിൽ അങ്ങ് കത്തിപ്പടരുകയാണ്. എനിക്ക് അറിഞ്ഞുകൂടാ പ്രിയമുള്ളേ, കർത്താവിന്റെ ശക്തമായ താങ്ങുള്ളവന് ആർക്കാണ് തള്ളി വീഴ്ത്താൻ പറ്റുന്നത്? എന്റെ ജീവിതം ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കയ്യിലാണെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് എന്നെ തട്ടി വീഴ്ത്താൻ, തള്ളി വീഴ്ത്താൻ അനേക അധികാരികൾ നോക്കിയിട്ട് പോലും വീഴ്ചയില്ലാതെ ഇന്നും ദൈവത്തിന്റെ വചനം മായം കൂടാതെ സംസാരിക്കാൻ തക്കവിധ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ശക്തിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് എന്റെ കഴിവല്ല, എന്റെ വിജയമല്ല, ഇത് ദൈവത്തിന്റെ വിജയമാണ്, ദൈവരാജ്യത്തിന്റെ വിജയമാണ്. അടുത്ത് പറയുകയാണ്, ചൂടുകാറ്റിൽ അഭയവും കേന്ദ്രവും, പെരുവേലിലെ തണലും. നമുക്കറിയാം, രാത്രി മേഘസ്തംഭം അല്ല പകൽ മേഘസ്തംഭം, രാത്രി അത്യത്തൂണായിട്ട് ഇസ്രായേൽ മക്കളെ പരിപാലിച്ച് നയിച്ച 40 വത്സരങ്ങളെ നടത്തിയ ആ കൃപയെ ഓർത്തു കഴിഞ്ഞാൽ ആ വലിയ തമ്പുരാനെ നമ്മൾ എങ്ങനെ വിട്ട് ഈ ലോകമോഹങ്ങളിൽ കുടുങ്ങും? ദൈവം പറയുന്നു, അടുത്ത് പറയുക, വീഴാതിരിക്കാൻ ഉറപ്പും ആണ്. വീഴാതിരിക്കാൻ ഉറപ്പ്. അതുകൊണ്ടാണ് പൗലോസ് അവരെ വീഴാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളു എന്ന് പറഞ്ഞാൽ, ദൈവത്തിൽ ആശ്രയിക്കാൻ, വീഴാതിരിക്കാനുള്ള ഉറപ്പുള്ള കേന്ദ്രമാണ് ദൈവത്തിന്റെ ശക്തമായ കരം. അതുകൊണ്ടാണ് 1 പത്രോസ് 5:6 പറയുന്നത്, ദൈവത്തിന്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കവേ, അവിടുന്ന് തക്ക സമയത്ത് നിന്നെ ഉയർത്തിക്കൊള്ളു. നിന്റെ ആകുലതകളും ഉൾക്കണ്ണുകളും എല്ലാം എടുത്ത് ദൂരങ്ങളെ. അത് വീഴ്ച വരും. പല രീതിയിൽ വീഴ്ചകൾ ഉണ്ടാകും. ഇനി സഹായം ചെയ്യുമ്പോഴും വീഴ്ചകൾ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ട്, ഒത്തിരി വ്യക്തികൾക്ക് വീഴ്ചകൾ ഉണ്ടാകുന്നു. ഇതിൻ്റെ അകത്ത് തന്നെ സഹായിച്ചവർക്ക് വീഴ്ചകളാണ്. കൊടുത്ത പണം പോലും തിരിച്ചു കിട്ടത്തില്ല. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ തിരിച്ചു കിട്ടുന്ന തിക്താനുഭവങ്ങളാണ്. സഹായിക്കുന്നവരും സൂക്ഷിക്കണമെന്ന് ബൈബിളിൽ പറയുകയാണ്. ഇതാ പ്രഭാഷകൻ 29-ാം അധ്യായത്തിൽ പറയുന്നു. പ്രഭാഷകൻ 29-ാം അധ്യായം വിളിച്ചു പറയാണ്, 20-ാമത്തെ വചനം, തന്നെ കഴിവിനൊത്ത അയൽക്കാരനെ സഹായിക്കുക, വീഴാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. സഹായിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ വീഴ്ച വരരുത്. ആ സഹായം ചിലപ്പോൾ നമ്മളെ വീഴ്ചയിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ടാണ് അർഹത നോക്കി സഹായിക്കണമെന്ന് പറഞ്ഞത്. അല്ലാതെ നമ്മൾ സഹായിച്ച കഴിവിനൊത്ത അയൽക്കാരനെ സഹായിച്ചു, പക്ഷെ വീഴാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. പ്രിയമുള്ളവരെ, ദുഷ്ടനെ സഹായിക്കരുത്, പാപിയെ സഹായിക്കരുത് എന്ന് വ്യക്തമായിട്ട് ബൈബിളിൽ വിളിച്ചു പറയുന്നുണ്ട്. നമ്മളോ പാപം ചെയ്യുന്നവരെയൊക്കെ സഹായിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയില് കഴിവിനൊത്ത അയൽക്കാരനെ സഹായിക്കുക, വീഴാതിരിക്കാൻ അവിടെയും സൂക്ഷിക്കണം. സഹായങ്ങൾ കൊടുക്കുമ്പോൾ വീഴാതിരിക്കാൻ സൂക്ഷിക്കണം. അതുകൊണ്ട് ദൈവഭക്തന് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്, എന്നാൽ പാപിയെ സഹായിക്കരുതെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, ആ സഹായിക്കുന്ന സമയങ്ങളിലും നിനക്ക് വീഴ്ച വരാതിരിക്കാൻ സൂക്ഷിക്കണം. ഒരുപാട് മക്കൾ സഹായിച്ചിട്ട് വീഴ്ചയിലേക്ക് പോയിട്ടുണ്ട്. ഇന്നും എന്റെ സന്നിധിയിൽ ഒത്തിരി പേര് പറഞ്ഞു, എന്റെ ദൈവം എനിക്കുണ്ടായിരുന്നതാണ്, ഞാൻ സഹായിച്ച് ഞാനിതാ അനമ്പതിച്ച് വീഴ്ചയിലേക്ക് പോയി. വീഴ്ച വരുന്ന എപ്പോഴാണെന്ന്, അതൊക്കെ പ്രലോഭനങ്ങൾ ഉണ്ടാകും. അതിനെയൊക്കെ അറിയാം. സങ്കീർത്തനം 13-ാം അധ്യായത്തിലേക്ക് നമ്മൾ പോന്നു. സങ്കീർത്തനം 13:3 പോകുമ്പോൾ നമ്മൾ അവിടെ വ്യക്തമായിട്ട് കാണുകയാണ്, എത്ര നാൾ ഞാൻ എന്റെ ദൈവമായ കർത്താവേ എന്നെ കടാക്ഷിച്ച് ഉത്തരമരുളണമേ, ഞാൻ മരണനിദ്രയിൽ വഴുതി വീഴാതിരിക്കാൻ എന്റെ നയനങ്ങളെ പ്രകാശിപ്പിക്കണമേ. അപ്പൊ നയനങ്ങളെ പ്രകാശിപ്പിക്കുക. കണ്ണുകൾക്ക് വീഴ്ച ഉണ്ടാകും. കാഴ്ചയിൽ കൗതുകമുള്ളതിന്റെയൊക്കെ പിന്നാലെ പോകുമ്പോൾ കണ്ണുകൊണ്ട് വീഴ്ചകൾ ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാം, ഇന്നത്തെ വീഴ്ചകൾ മുഴുവനും കണ്ണുകൊണ്ട, കാഴ്ചയ്ക്ക് കൗതുകമുള്ളതിന്റെ പിന്നാലെ പോകുന്നത് കൊണ്ടാണ്. ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും രാത്രിയൊന്നുമില്ല, സമയം നോട്ടമൊന്നുമില്ല, പാതിരാത്രി വരെ ഫേസ്ബുക്കില് എല്ലാം കളിച്ച് ജീവിക്കുമ്പോൾ നിന്റെ കണ്ണുകൾക്ക് വീഴ്ച ഉണ്ടാകുന്നു. അപ്പോൾ നീ അടിപതറിപ്പോകും. കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. കണ്ണുകൾക്ക് വീഴ്ച ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിന്റെ നയനങ്ങൾ അന്ധകാരത്തിലാകും. അപ്പോൾ നിനക്ക് വീഴ്ചകൾ ഉണ്ടാകും.
അന്ധത ബാധിച്ചു കഴിഞ്ഞാൽ വീഴ്ചകളെ തപ്പിത്തടയുമെന്നാ പറയുന്നത്. തലയും കുത്തി വീഴാൻ സാധ്യത വരുന്നത് കണ്ണുകൾക്ക് കാഴ്ചക്കുറവ് വരും, കാഴ്ചപ്പാടുകൾ നഷ്ടപ്പെട്ടു പോകും. കാര്യം നീ വൃത്തികെട്ടതൊക്കെ കാണുമ്പോൾ സന്തോഷിക്കുമ്പോൾ ഓർത്തുകൾ, കണ്ണുകൾക്ക് വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ നിന്റെ കണ്ണുകൾ അന്ധമാകും, നിനക്ക് നന്മ കാണാൻ സാധിക്കത്തില്ല, നീ തിന്മയിലേക്ക് വഴുതി വീണു പോകും. അതുകൊണ്ട് സൂക്ഷിച്ചുകൊള്ളാൻ അവിടെയും നമുക്ക് ഒരു ഉപദേശം തരികയാണ്. കർത്താവിന്റെ സന്നിധിയിലെ വീഴ്ചയിൽ നമ്മൾ സൂക്ഷിക്കുക. 1 തീമോത്തി 6:9-10 പറയുന്നുണ്ട്. അതിന് മുമ്പ് പറയുന്നുണ്ട്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. ധനമോഹമാണ് എല്ലാ വീഴ്ചയ്ക്കും കാരണം. ധനമോഹം, ഏത് വിധത്തിലും സമ്പത്ത് ഉണ്ടാക്കണമെന്ന് ധനമോഹം അങ്ങേയറ്റം വളരെ വിശ്വാസത്തിന് വ്യതിചലിച്ച് വിശ്വാസത്തിന് വീഴ്ച വരുന്ന മുഴുവൻ സമ്പത്തിന്റെ പിന്നാലെ പോകുന്നത്, കൺമോഹത്തിന്റെ പിന്നാലെ, ജഡമോഹത്തിന്റെ പിന്നാലെ പോകുന്നത് കൊണ്ടാണ്. പക്ഷെ നമ്മളിതൊന്നും അനുസരിക്കത്തില്ല. ശിക്ഷാവിധി വീഴാതിരിക്കാൻ സൂക്ഷിക്കാൻ പറയുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ 12-ാമത്തെ വചനം പറയുന്നു. അവിടെ വ്യക്തമായിട്ട് വിളിച്ചു പറയുകയാണ്, ഇതാ ശിക്ഷാവിധിയിൽ വീഴാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. എന്റെ സഹോദരരെ സർവ്വരെ നിങ്ങൾ ആണയിടരുത്, സ്വർഗത്തെ കൊണ്ടും ഭൂമിയെ കൊണ്ടും മറ്റൊന്നിനെ കൊണ്ടും ആണയിടരുത്. ദൈവത്തിനാണ് സത്യം, നീയാണ് സത്യം, അമ്മയാണ് സത്യം. ഇങ്ങനെ കള്ളസത്യമായിട്ട് വഴിതെറ്റിച്ച് കള്ളത്തിനെ മറച്ചു വെക്കാൻ വേണ്ടി കള്ളസത്യം പറഞ്ഞു പറയുകയാണ്, ശിക്ഷാവിധിയിൽ വീഴാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവേൻ. ശിക്ഷാവിധി, ആ പറയുന്നതിനൊക്കെ ശിക്ഷ കിട്ടുമെന്ന്. ശിക്ഷാവിധിയിൽ വീഴാതിരിക്കാൻ നിങ്ങൾ അതെ എന്ന് പറയുമ്പോൾ അതെ എന്നും അല്ല എന്ന് പറയുമ്പോൾ അല്ല എന്നും ആയിരിക്കട്ടെ. കൂടുതൽ സംസാരിക്കാതിരിക്കുന്ന നല്ലതെന്ന്. അപ്പൊ വീഴ്ചകൾ ഉണ്ടാകുന്നത് നിന്റെ നാവാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ശിക്ഷാവിധിയിലേക്ക് വീഴാതിരിക്കാൻ നാവിനെ നിയന്ത്രിക്കണം. മരണത്തിലേക്ക് വീഴാതിരിക്കാൻ നമ്മൾ പറഞ്ഞു, മരണത്തിൽ വഴുതി വീഴാതിരിക്കാൻ സൂക്ഷിക്കുക. സഹായം ചെയ്യുമ്പോൾ വീഴാതിരിക്കാൻ സൂക്ഷിക്കണം. സഹായം ചെയ്യുമ്പോഴൊക്കെ വീഴ്ചകൾ ഉണ്ടാകും. ഒരുപാട് മേഖലകളെ വ്യാഖ്യാനിക്കാൻ നമുക്ക് ഇപ്പോൾ സമയമില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 6-13 വചനം യേശു പറഞ്ഞത്, പ്രലോഭനത്തിൽ വീഴാതിരിക്കാൻ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഈ ദുഷ്ടനാണ് എല്ലാത്തിനും. ദുഷ്കൃത്യങ്ങൾ ചെയ്യുന്നതൊക്കെ ദുഷ്ടന്റെയാ. സംസാരത്തിൽ വീഴ്ചകൾ വരുന്നത് ദുഷ്ടനാ. കണ്ണുകൾക്ക് വീഴ്ച വരുന്നത്, കാണാൻ കൗതുകമുള്ളത് അവൻ കൊണ്ട് കാണിക്കും. നമുക്കറിയാം ഈ കാണുന്നതെല്ലാം എന്റെയാണെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ എത്ര കേട്ടാലും എത്ര വചനം കേട്ടാലും എത്ര താക്കീത് കേട്ടാലും ദൈവത്തിന്റെ ശാസനം സ്വീകരിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാ പറയുന്നത്. ദൈവം ശാസിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാ പറയുന്നത്. പക്ഷെ ദൈവം ശാസിച്ചിട്ടും അതിന് ഒരു വിലയും കൊടുക്കാതെ തന്നിഷ്ടപ്രകാരം ജീവിക്കുമ്പോൾ നിനക്ക് വീഴ്ചകൾ ഉണ്ടാകുന്നു. അത് വലിയ വീഴ്ചയിലേക്ക് പോകുന്നു. അത് രോഗമായി, ദുഃഖമായി, വേദനയായി, തകർച്ചകളായി, സാമ്പത്തിക ബുദ്ധിമുട്ടുകളായി, ഒന്നിന്റെ പിന്നാലെ ഓരോ വീഴ്ചകളിലേക്കും നീ വീണുകൊണ്ടിരിക്കുന്നു. ആ വീഴ്ച വലിയ ആഘാതത്തിലേക്ക് ചെന്ന് സംഭവിക്കുന്നു. പിന്നെ ദൈവത്തിന് വിളിയില്ല, ദൈവകാര്യങ്ങൾക്ക് ശ്രദ്ധയില്ല. ദൈവം എന്തെങ്കിലും മുമ്പ് ആരോട് പറയുന്നത് കേട്ടത്, ഞാൻ ചോദിക്കുന്നതൊക്കെ ദൈവം തന്നാ ദൈവം നല്ലതാ, അല്ലെങ്കിൽ തീർന്നു. വീഴ്ചകൾ വരുന്നത് സൂക്ഷിക്കണം. പലയിടങ്ങളിൽ വീഴ്ച, സംസാരത്തിൽ വീഴ്ച വരുത്താതിരിക്കുക, നോട്ടത്തിൽ വീഴ്ച വരുത്താതിരിക്കുക, പ്രവൃത്തിയിൽ വീഴ്ച വരുത്താതിരിക്കുക, ദുഷിച്ച മാർഗത്തിൽ പോകാതിരിക്കുക. അതുകൊണ്ടാണ് വഴിതെറ്റുമ്പോഴാണ് വീഴ്ചകൾ ഉണ്ടാകുന്നത്. വീഴാതിരിക്കാൻ വഴിതെറ്റരുത്, വീഴാതിരിക്കാൻ വഴിതെറ്റരുത്. വഴി ഒന്നേ ഉള്ളൂ, ഐ ആം ദ വേ, ഞാനാണ് വഴി, the truth, the life, ഞാനാണ് സത്യം, അതാണ് ജീവിതം. ആ വഴിയെ പോവുക. ആ സത്യം അറിഞ്ഞുകൊണ്ട് ആ ജീവിതത്തിലേക്ക് പോകുമ്പോൾ ദൈവത്തിന്റെ സംരക്ഷണം കിട്ടും. ദുഷ്ടൻ അവനെ തൊടുക പോലുമില്ല എന്ന് 1 യോഹന്നാൻ 5:17 തിരുവചനത്തിലേക്ക് വായിക്കുമ്പോൾ, ദുഷ്ടൻ അവനെ തൊടുക പോലുമില്ല. ദൈവപുത്രൻ അവനെ സംരക്ഷിക്കുന്നു. ആ സംരക്ഷണം ശക്തമായ കരത്തിന്റെ താങ്ങി നിർത്തുകയാണ്. ദൈവം ഞാൻ നിന്നെ എന്റെ വിജയകരമായ വലത്ത് കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ആ താങ്ങലിൽ നിന്ന് ഏതവനാ തള്ളി വീഴ്ത്താൻ പറ്റുന്നത്? പ്രിയമുള്ളവരെ, ആ താങ്ങലാണ് നമുക്ക് ആവശ്യം. ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിലായിരിക്കണം. അതുകൊണ്ട് നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് 10,000 പേരും മരിച്ചേക്കാം, പക്ഷെ നിനക്കൊരു അനർത്ഥം സംഭവിക്കത്തില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാൻ സൂക്ഷിക്കുക. ഏത് സാഹചര്യത്തിലും വീഴാനായിട്ട് അവസരമുണ്ട്. ഏത് സാഹചര്യത്തിലും, ഏത് ജീവിത സാഹചര്യങ്ങളിലും, മനുഷ്യ സഹജമായ എല്ലാ മേഖലകളിലും
വീഴാനായിട്ട് സാധ്യതയുണ്ട് എന്ന് പൗലോസ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആകയാൽ നിൽക്കുന്നു എന്ന് കാണുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളി. സമ്പത്തുണ്ട്, നിമിഷ നേരം കൊണ്ട് നിന്റെ സമ്പത്ത് പോകും. അതുകൊണ്ട് സഹായിച്ചു കഴിയുമ്പോൾ ആ സഹായത്തിൽ വീഴ്ചകൾ ഉണ്ടാകും. അർഹതപ്പെട്ടു വേണം എല്ലാം ചെയ്യാൻ. ഓരോരുത്തരെ സമ്പത്തും ഓരോരുത്തരെ വസ്തുവകളൊക്കെ ഭാഗിച്ചു കൊടുക്കുമ്പോൾ അറിവുള്ളവരൊക്കെ ഈ എളിയ ദാസനോട് ചോദിക്കും, ദൈവത്തിന്റെ ഒരു അരുളപ്പാട് ലഭിച്ച ഒരു സന്ദേശം പറ ബ്രദറെ, എങ്ങനെ വേണം, ഏത് രീതി വേണം? അനേകർക്ക് വീതം വെക്കുന്ന കാര്യങ്ങളെ ദൈവത്തിന്റെ ആലോചനയോട് ചോദിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആലോചന പ്രകാരം പറഞ്ഞു കൊടുത്തിട്ടുള്ളിടത്തൊന്നും വീഴ്ചകൾ ഉണ്ടായിട്ടില്ല. തമ്മി തല്ലി വെടിവെച്ച്, ചേട്ടന് തോക്കൊണ്ട് വെടിവെച്ചത് ആ വെടി ഉന്നം തെറ്റിപ്പോയത് കൊണ്ട് ആ തല പറഞ്ഞു പോയില്ല. അവിടെ പോലും നിയന്ത്രിക്കാനായിട്ട് എന്നെ ദൈവം ഇടപെടുത്തിയെങ്കിൽ അവിടെ എല്ലാം ദൈവത്തിന്റെ കരുതലുകളുണ്ട്. ഏത് ശത്രു പാളയത്തിലും ചെന്ന് കയറിയാല് ദൈവത്തിന്റെ സംരക്ഷണമുണ്ട്. ആ സംരക്ഷണ വലയത്തിലാണെങ്കിൽ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. അപ്പൊ നമ്മൾ സഹായിക്കുന്നതും നമ്മുടെ വീതങ്ങൾ പങ്കുവെക്കുമ്പോഴൊക്കെ വീഴാതിരിക്കാൻ സൂക്ഷിച്ചോണം. നാളെ നിനക്കൊരു വീഴ്ച വന്നാൽ നോക്കാൻ ആള് കാണത്തില്ല. നീ കിടപ്പിലാകുമ്പോൾ നിന്നെ പരിപാലിക്കാൻ നീ സഹായിച്ച ഒറ്റ ഒരെണ്ണം കാണത്തില്ല. എല്ലാം തലതിരിഞ്ഞു നിൽക്കും. അവന്റെ പ്രവർത്തിയുടെ അനുഭവിക്കട്ടെ എന്ന് പറയും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ദൈവത്തോട് ആലോചന ചോദിക്കുക, ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുക, ദൈവത്തിന്റെ വഴി അറിയുക, അതനുസരിച്ച് ജീവിതം മുന്നോട്ട് പോകട്ടെ. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഒരുപാട് കാര്യങ്ങൾ ഇതിന് എനിക്ക് പറയാനുണ്ട്. കാര്യം ഇതിനെ കൂടുതൽ വ്യാഖ്യാനിക്കായിട്ട് എനിക്ക് തോന്നിയത് പ്രഭാഷകൻ 34:19 വചനം എനിക്ക് കിട്ടിയപ്പോഴാണ്. ആ ഒറ്റ വചനം വായിച്ചപ്പോഴാണ് ദൈവത്തിന്റെ ആ അരുളപ്പാട് വീഴാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവെന്ന് ദൈവം പറഞ്ഞ വചനങ്ങളും പൗലോസ്ലീഹ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വചനങ്ങളും ഒരു താക്കീതായിട്ട് നമ്മുടെ ജീവിതത്തിൽ എടുക്കണം. നമ്മൾ വീഴാതിരിക്കണം, വഴിതെറ്റരുത് എന്ന് പ്രഭാഷകനെ കൂടി പറഞ്ഞു. വഴിതെറ്റുമ്പോഴാണ് വീഴ്ചകൾ വരുന്നത്. അപ്പൊ ഏത് നിമിഷവും എന്ത് ചെയ്താൽ മതി? ദൈവത്തോട് ആലോചന ചോദിക്കുക. അതാണ് നമുക്കറിയാം സെഫാനിയ 1:6 പറയുന്നത്, ദൈവത്തെ അനുഗമിക്കുന്നതെന്ന് പിന്തിരിഞ്ഞവരെയും. സെഫാനിയ 1:6 വചനം, ദൈവത്തെ അനുഗമിക്കുന്നത് പിന്തിരിഞ്ഞവരെയും, അവിടുത്തെയോട് ചോദിക്കാത്ത ആരായത്തവരെയും, അവിടുത്തെ അന്വേഷിക്കാത്തവരെയും ഞാൻ സംഗ്രഹിക്കും. വ്യക്തമായിട്ട് എഴുതി തന്നിരിക്കുകയാണ്. സെഫാനിയ 1:6 ദൈവത്തിനെ അനുഗമിക്കുന്ന ഫോളോ മീ, എന്നെ അനുഗമിക്കാൻ, ഞാനാണ് വഴി, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, ഞാൻ വഴിയാണ്, ഞാൻ വാതിലാണ്, ഞാൻ സത്യമാണ്, ഞാൻ ജീവനാണ് എന്നെല്ലാം പറഞ്ഞു വന്ന ആ ദൈവത്തിൽ നിന്ന് ആ വാക്കുകൾ ശ്രദ്ധിക്കാതെ നമ്മുടേതായ തന്നിഷ്ടപ്രകാരം നമ്മുടേതായ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി നാം ദൈവത്തിന്റെ കൽപ്പനകളിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ നമുക്ക് വീഴ്ചകൾ ഉണ്ടാകുന്നു. ആ വീഴ്ച വളരെ വലുതാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഈ രാത്രി നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. പ്രിയമുള്ളവരെ, ഈ കേട്ട വചനത്തിന്റെ അനന്ത യോഗ്യത നിങ്ങളെ സംരക്ഷിക്കും. പക്ഷേ കേൾക്കുന്ന വചനങ്ങളെ അത് പ്രാവർത്തികമാക്കാതെ ജീവിച്ചാൽ നിനക്ക് വഴിതെറ്റും, നിനക്ക് വീഴ്ചകൾ ഉണ്ടാകും, നിനക്ക് തകർച്ചകൾ ഉണ്ടാകും. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് എന്നോടും നിങ്ങളോടും ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്. വീഴാതിരിക്കാൻ വഴിതെറ്റരുത്. ശത്രുവിന്റെ മുമ്പിൽ നീ പരിഹാസനായിട്ട് മാറരുത്. അതുകൊണ്ട് ദൈവത്തിന്റെ മുമ്പിൽ ശിക്ഷാവിധിക്ക് നീ അർഹനാകരുത് എന്നല്ല, പ്രലോഭനങ്ങൾ വീഴരുത്, ദുഷ്കൃത്യങ്ങൾ ചെയ്യരുത്, മരണത്തിന്റെ ഭീതിയിൽ വീഴരുത് എന്നെല്ലാം പറഞ്ഞു തമ്പുരാൻ പറയുന്ന ആ വചനത്തിന് ഊന്നുകൊടുക്ക്. അങ്ങനെയെങ്കിൽ പ്രഭാഷകൻ 34:19 എഴുതിയിരിക്കുന്ന സംരക്ഷണം ദൈവം നൽകും. 1 പത്രോസ് 5:6 എഴുതിയിരിക്കുന്ന സംരക്ഷണം ദൈവം നൽകും. 1 യോഹന്നാൻ 5:17 മുതൽ എഴുതിയിരിക്കുന്ന പുത്രൻ നിന്നെ സംരക്ഷിക്കും, ഒരു ദുഷ്ടൻ നിന്നെ തൊടുകയില്ല. ഈ ഒരു വചനം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇനിയെങ്കിലും നമ്മുടെ ധ്യാനങ്ങള്, നമ്മുടെ സഭാ യോഗങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഇതിനേക്കാൾ ജീവൻ നൽകുന്നത് ഒന്നുമില്ല പ്രിയമുള്ളവരെ. ഇന്നത്തെ ബലിയർപ്പണം പോലും നമ്മളെ ദുഷ്കൃത്യങ്ങൾ നിമിത്തം തിന്മ നിറഞ്ഞതായിട്ട് മാറുകയാണ്. ബലിപീഠത്തിന്റെ മുമ്പിൽ പോലും ദൈവത്തിന് അനിഷ്ടമായത് ചെയ്തിട്ടാണ്. ഇന്ന് ഞങ്ങളുടെ ഇടവയിലെ വികാരിയച്ഛൻ എന്നോട് പറയാണ്, നമ്മുടെ
ബർത്ത്ഡേ ആഘോഷിക്കുന്നതൊക്കെ ബലിപീഠത്തിന്റെ മുമ്പിൽ കേക്ക് മുറിക്കുന്നതും ബലിമുടത്തിന്റെ മുമ്പിൽ അങ്ങേയറ്റം പെസക അപ്പം പോലും മുറിക്കാൻ പാടില്ല ബ്രദറെ എന്ന് പറഞ്ഞിട്ടും പല വൈദികരും, ഞങ്ങളുടെ ഇടവക വികാരിച്ചൻ ഇന്ന് എന്നോട് സംസാരിച്ചതാ, ഞാൻ ആശീർവാദം മേടിക്കാൻ ചെന്നപ്പോൾ, നമ്മുടെ ദേവാലയത്തിന്റെ ബലിപീഠത്തിന്റെ പരിശുദ്ധമായ സ്ഥലം അപ്പം മുറിക്കല് ദിവ്യബലിയാണ്, ദിവ്യബലിയാണ്. കർത്താവിന്റെ ശരീരം രക്തം മുറിക്കപ്പെടുന്നതിന്റെ മുൻപില് ഒരു കാരണവശാലും മറ്റൊന്നും ചെയ്യരുത്. പല അച്ഛന്മാരും വീട്ടിൽ അപ്പം ഉണ്ടാക്കിക്കൊണ്ട് വാ, ഇവിടിട്ട് മുറിക്കാവുന്നേ. ഇത് വീട്ടിലെ കാരണവന്മാര് മുറിക്കണ്ടേ അപ്പം മുറിക്കല, വീടുകളിൽ നടക്കേണ്ടത്. അതെ, വിശുദ്ധ ബലിയർപ്പണത്തിന് മുമ്പിലല്ല, അവിടെ ഓൾറെഡി മുറിച്ചു കഴിഞ്ഞു. തന്റെ ശരീരം, ഇതാ ഈ അപ്പം എന്റെ ശരീരമാണെന്ന് പറഞ്ഞു. ആ പരിശുദ്ധമായ സ്ഥലത്ത് ആ സിംഹാസനത്തിന് മുമ്പിൽ അനിഷ്ടമായത് ചെയ്യുമ്പോൾ അവിടെ അർപ്പിക്കപ്പെടുന്ന ബലി ഒരു പ്രയോജനമില്ലാതെ വരും. അതുകൊണ്ട് ഞാനും നിങ്ങളും ഇത് മനസ്സിലാക്കി ജീവിച്ചാൽ ദൈവാനുഗ്രഹം പ്രാപിക്കാം. നിത്യജീവനിലേക്ക് ദൈവം എങ്ങും തടസ്സമില്ലാതെ നിന്നെ പർദീസായിലേക്ക്, നീ എന്റെ കൂടെ പർദീസായില്ല എന്ന് പറഞ്ഞ വാഗ്ദാനം നമ്മളിൽ നിറവേറ്റാനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് നന്മുട്ടാക്കി